Today's topic is heap overflow and format string attacks. Next we will see heap overflow. Heap എന്ന് നമുക്കറിയാം ഡൈനാമിക് മെമ്മറി അലൊക്കേഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ C++ലൊക്കെ ആണെങ്കിൽ നമുക്ക് മെമ്മറി അലൊക്കേഷൻ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് malloc എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇപ്പോൾ ഇത്രയും സൈസ് മെമ്മറി ഡൈനാമിക്കലി അലൊക്കേറ്റ് ചെയ്യാം. ഇനി അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും അതിനെ ഡീഅലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അലൊക്കേറ്റഡ് ബ്ലോക്സ് ആർ ഇൻ റീജിയൻ ഓഫ് മെമ്മറി കോൾഡ് ഹീപ്പ്. അപ്പോൾ ഇനിഷ്യലി എല്ലാം കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ബ്ലോക്സ് ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ബ്ലോക്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്രീ ചെയ്യുന്നതനുസരിച്ച് ഈ സ്ട്രക്ചറും വേരി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ ബ്ലോക്സ് യൂസിലാണ് ഏതൊക്കെ ഫ്രീ ആണെന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹീപ്പ് മാനേജർ. ഹീപ്പിലുള്ള ബ്ലോക്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഫിഗർ. ബ്ലോക്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. അപ്പോൾ ഓരോന്നിനും 4 ബൈറ്റ്സിന് മൾട്ടിപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകിൽ യൂസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആണ്. ഈ സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ അതിനകത്ത് FB എന്നുള്ള 2 പോയിന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെ ഫ്രീ ബ്ലോക്സിൻ്റെ കേസിലാണ്. സോ ബ്ലോക്സ് 1 and 3 ആർ ഇൻ യൂസ്. അതുപോലെ ബ്ലോക്ക് 2 എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ബ്ലോക്സ് ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടെ ഒന്നിച്ച് ഒരൊറ്റ ബ്ലോക്കായിട്ട് മെർജ് ചെയ്യും. സോ വെൻ അലൊക്കേറ്റഡ് ബ്ലോക്ക് ബിക്കംസ് ഫ്രീ, ഇറ്റ്സ് 2 adjacent blocks are checked to see they are free. അപ്പോൾ ഒരെണ്ണം ഫ്രീ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ അലോട്ട് ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ ആയി കഴിയുമ്പോൾ അല്ല അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് ഈ ഒരു ബ്ലോക്ക് ഫ്രീ ആയി കഴിയുമ്പം ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഫ്രീ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും കൂടി മെർജ് ചെയ്ത് ഒരൊറ്റ ലാർജ് ഫ്രീ ബ്ലോക്കായിട്ട് മാറ്റും. ഇനി ഓരോ ബ്ലോക്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കാര്യങ്ങളാണല്ലോ. ഒന്ന് P and S. P എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ബ്ലോക്കിൻ്റെ സൈസ്, ഈ S എന്ന് പറഞ്ഞാൽ കറണ്ട് ബ്ലോക്കിൻ്റെ സൈസ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നെക്സ്റ്റ് ബ്ലോക്ക് ഏത് ബൗണ്ടറി അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് എത്തുക എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ഫ്രീ ബ്ലോക്ക് ദ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് 2 more വേർഡ്സ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന 2 വേർഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് Fഉം ഒന്ന് B. ഇനി എല്ലാ ഹീപ്പ് ഇംപ്ലിമെൻറ്റേഷൻസിൻ്റെ കേസിലും ഫ്രീ ബ്ലോക്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ ലിങ്ക് ലിസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടി കൂടിയാണ് ഈ 2 പോയിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, F and B. ദാറ്റ് ഈസ് എ ഫോർവേഡ് പോയിന്റർ ആൻഡ് എ ബാക്ക്വേർഡ് പോയിന്റർ ഡിനോട്ടഡ് ബൈ F and B. അപ്പോൾ ലിസ്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയാണ് ഈ 2 അഡീഷണൽ പോയിന്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കിലും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ബ്ലോക്കിൻ്റെ സൈസ് ഉണ്ടാവും, കറണ്ട് ബ്ലോക്കിൻ്റെ സൈസ് ഉണ്ടാവും, പിന്നെ നെക്സ്റ്റ് ഇഫ് ഇറ്റ് ഇസ് എ ഫ്രീ ബ്ലോക്ക് അതിൻ്റെ കേസിൽ ഫോർവേഡ് പോയിന്ററും ബാക്ക്വേർഡ് പോയിന്ററും ഉണ്ടാവും. ഇനി പോയിന്റേഴ്സ് ആർ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഇൻ എ ഫ്രീ ബ്ലോക്ക്. ഫോർവേഡ് പോയിന്റർ പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് ഫ്രീ ബ്ലോക്ക് ഇൻ ദ ലിസ്റ്റ്, വൈൽ ദ ബാക്ക്വേർഡ് പോയിന്റർ പോയിന്റ്സ് ടു ദ പ്രീവിയസ് ഫ്രീ ബ്ലോക്ക് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ F എന്ന് പറഞ്ഞത് ഫോർവേഡ് പോയിന്റർ, അതായത് അടുത്ത ഫ്രീ ബ്ലോക്ക് ഏതാണോ അങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്ക് വരുന്നത് 776 എന്നിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്യണേ. അതുപോലെ ഇനി B എന്ന് പറഞ്ഞ ബാക്ക്വേർഡ് പോയിന്റർ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഫ്രീ ബ്ലോക്ക് ഏതാണ് അങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഇതിപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 402 എന്ന് പറയുന്ന ബ്ലോക്കിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഫ്രീ ബ്ലോക്സിൻ്റെ കേസിലും ഫോർവേഡ് ബാക്ക്വേർഡ് പോയിന്റേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫ്രീ ബ്ലോക്ക് ഏതാണ് അല്ലെങ്കിൽ പ്രീവിയസ് ഫ്രീ ബ്ലോക്ക് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് മാത്രമല്ല ഈ ബ്ലോക്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ ഓഫ് സൈസിൽ സോർട്ട് ചെയ്തായിരിക്കും ഡബിൾ ലിങ്ക് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഓവർഫ്ലോ ഇഷ്യൂ എങ്ങനെയാണ് ഹീപ്പിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ C പോലുള്ള ലാംഗ്വേജിലൊക്കെ നമ്മൾ ഈ അറേ നമ്മൾ യൂസ് ചെയ്യുമ്പം അറേ ബൗണ്ട് ചെക്കിങ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബഫർ ഓവർഫ്ലോ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രോഗ്രാമിന് റീഡിംഗ് അല്ല റൈറ്റിംഗ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി അലൊക്കേറ്റ് ചെയ്ത ബ്ലോക്കിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് അപ്പുറത്തേക്കും കടന്നിട്ട് റീഡിംഗ് റൈറ്റിംഗ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അറ്റാക്കറിൻ്റെ പ്രോഗ്രാമിന് കിട്ടുകയാണെങ്കിൽ ഹി മേ ബി ഏബിൾ ടു റീഡ് ഓർ റൈറ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് പാസ്വേഡ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ സെനറിയാണ് കാണിച്ചേക്കുന്നത്. ബ്ലോക്ക് 1 എന്ന് പറഞ്ഞാൽ അറ്റാക്കറിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അലൊക്കേറ്റ് ചെയ്തേക്കുന്നു. ബ്ലോക്ക് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ ബ്ലോക്ക്. നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് പോയിന്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ൻ്റെ ഫോർവേഡ് പോയിന്റർ നമ്മൾ നേരത്തെ പറഞ്ഞു 776ലേക്കും ബാക്ക്വേർഡ് പോയിന്റർ 402ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്കറിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അലൊക്കേറ്റ് ഉള്ളതായതുകൊണ്ട് ആൾക്ക് പ്രീവിയസ് ബ്ലോക്കിൻ്റെ സൈസ് പറയാം, ഈ കറണ്ട് ബ്ലോക്കിൻ്റെ സൈസ് പറയാം. അപ്പോൾ ഈ വാല്യൂസ് രണ്ടും ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ സൈസ് ആൾക്ക് അറിയുന്നതുകൊണ്ട് ഈ ക്യാൻ കമ്പ്യൂട്ട് ദ അഡ്രസ് ഓഫ് ദ ലൊക്കേഷൻസ് കണ്ടെയ്ൻ ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഇൻ ബ്ലോക്ക് 2. അപ്പോൾ ഇതിൻ്റെ സൈസ് ആൾക്ക് അറിയാമെങ്കിൽ ബ്ലോക്ക് 2 ഇൻഫർമേഷൻ എവിടെയാണ് വരിക എന്നുള്ള ആൾക്ക് അതിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി now suppose he wishes to override the location x with value y. x എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ y എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ഓവർറൈറ്റ് ചെയ്യാനായിട്ട് ആൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫോർവേഡ് പോയിന്റർ ഇപ്പോൾ കറന്റ് പോയിന്റ് ചെയ്യുന്ന 776ലേക്കായിരുന്നു, അതിനെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓവർറൈറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ x-12 ആക്കി മാറ്റി. അതുപോലെ തന്നെ ബാക്ക്വേർഡ് പോയിന്ററിൻ്റെ വാല്യൂ ഓവർറൈറ്റ് ചെയ്ത് y ആക്കി മാറ്റി. ഇപ്പോൾ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് അറ്റാക്കർക്ക് അലോക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു, ആളതിനെ ഫ്രീ ആക്കിയെന്ന് എഴുതുക.
ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്ക് 1ഉം 2ഉം എന്തായി, രണ്ടും കൂടെ രണ്ടും ഫ്രീ ബ്ലോക്സ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ച് മെർജ് ചെയ്ത് ഒരൊറ്റ ബ്ലോക്കാക്കി മാറ്റി. സോ കേർലെസ് ബ്ലോക്ക് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ബ്ലോക്സിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സൈസിൻ്റെ ബേസിസിലാണ് നമ്മൾ സോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ കേസ് ഇത് രണ്ടും കൂടെ നമ്മൾ മെർജ് ചെയ്ത് കഴിയുമ്പം ഇത് ഫ്രീ ബ്ലോക്ക് ആയിരിക്കും ആവും എന്ന് മാത്രമല്ല അതിൻ്റെ സൈസ് കുറച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഉള്ള ഫ്രീ ബ്ലോക്സിനേക്കാളും കുറച്ചും കൂടി സൈസ് ഇതിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതാണ് കറൻ്റ്ലി ഉള്ള സിനാരിയോ. ഫസ്റ്റ് ബ്ലോക്ക് ഇപ്പോൾ 402 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 402ൻ്റെ ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി ദ സെക്കൻഡ് ബ്ലോക്ക് 2. അപ്പോൾ ഇതാണ് 402 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർവേഡ് പോയിൻ്റർ പോയിന്റ് ചെയ്യുന്നത് 2ലേക്കാണ്. ഇനി 2ൻ്റെ ഫോർവേഡ് പോയിൻ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 776ലേക്കാണ്. അതാണ് 2ൽ നിന്ന് 776. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇപ്പോൾ ബ്ലോക്സ് കിടക്കുന്നത്. ഇനി ഈ 1 നമ്മൾ ഫ്രീ ആക്കി കഴിയുമ്പോൾ 1ഉം 2ഉം നമ്മൾ മെർജ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈസ് കൂടി. അപ്പോൾ നോർമലി ഈ ഒരു ലിങ്ക് ലിസ്റ്റിലെ ഓർഡർ വേരി ചെയ്യും. അതാണ് നെക്സ്റ്റ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡോട് മെർജ് ചെയ്തപ്പോൾ ആ ബ്ലോക്ക് നോർമലി സൈസ് കൂടുതലായി. സോ 402ന് സക്സസർ ആയിട്ട് വരിക 776 ആയിരിക്കും. അതിൻ്റെയും സക്സസർ ആയിട്ടായിരിക്കും ഈ 1ഉം 2ഉം മെർജ് ചെയ്ത് ബ്ലോക്ക് വരിക. സോ ദ ബ്ലോക്ക് 776 മസ്റ്റ് നൗ ബി മെയ്ഡ് ദ സക്സസർ ഓഫ് ബ്ലോക്ക് 402. അപ്പോൾ അതാണ് 402ൻ്റെ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ആക്കി 776 നമ്മൾ മാറ്റി. എന്നുവെച്ചാൽ ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ എൻഡിലേക്ക് മാറ്റി. സോ ദ ഹീപ്പ് മാനേജർ വിൽ ഓവർറൈറ്റ് ദ ബാക്ക്വേർഡ് പോയിന്റർ 776 to point to 402. അപ്പോൾ ഇവിടെ നിന്ന് ഫോർവേഡ് അങ്ങോട്ടേക്ക് മാറുന്ന പോലെ തന്നെ ബാക്ക്വേർഡ് 776 402ലേക്ക് മാറണം. Similarly, it will override the forward pointer of block 402 to point to block 776. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് പോയിന്റർ അങ്ങോട്ട് മാറ്റി, ഇതിൻ്റെ ബാക്ക്വേർഡ് പോയിന്റർ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇനി നമ്മൾ ലാസ്റ്റ് ഈ മെർജ് ചെയ്ത ബ്ലോക്കിൻ്റെ ഫോർവേഡ് ബാക്ക്വേർഡ് പോയിന്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ബ്ലോക്കിൽ നമ്മൾ നേരത്തെ കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. എക്സിൻ്റെ X-12 എന്ന് പറഞ്ഞ വാല്യൂം y എന്ന് പറഞ്ഞ വാല്യൂം വെച്ച് ഈ ഫോർവേഡ് ബാക്ക്വേർഡ് പോയിന്റേഴ്സിന് ഇനിഷ്യലി അറ്റാക്കർ അപ്ഡേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഓവർഫ്ലോ. സോ ദാറ്റ്സ് ഓൾ ഓഫ് heap overflow. Next is format string attack. ഇനി നമ്മളുടെ C ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് printf പോലുള്ള ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഫോർമാറ്റ് സ്ട്രിങ് എന്ന് പറയും. ഇനിയിപ്പോൾ ഈ printf നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കാണുന്ന പോർഷൻ ഈ കോമ വരെയുള്ള ഇത്രയും പോർഷൻ നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ് എന്ന് പറയും. ഇനി ഫോർമാറ്റ് സ്ട്രിങ്ങിനുള്ളിൽ നമ്മൾ %d യൂസ് ചെയ്യുന്നതിൻ്റെ ഇവിടെ %x യൂസ് ചെയ്യുന്നതിൻ്റെ ദേ ആർ റെഫർഡ് ടു ആസ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. അപ്പോൾ %d എന്ന് പറഞ്ഞാൽ പ്രിൻ്റഫിൽ ഔട്ട്പുട്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ, അതായത് ഈ var1 എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ഡെസിമലാണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അതിന് മീനിങ്. അതുപോലെ %x ആണെങ്കിൽ പ്രിൻ്റഫ് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോ പ്രാവശ്യം ഈ %d അല്ലെ %x വരുമ്പോൾ പ്രിൻ്റഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വേരിയബിളിൻ്റെയുമായ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അതായത് var1 var2 കാണുന്ന പോലെ ആർഗ്യുമെൻറ്റ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഇവിടെ വരാൻ പറ്റുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഴ്സ് പ്രോഗ്രാമിൽ ഫോർമാറ്റ് സ്ട്രിങ് സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഫോർമാറ്റ് സ്ട്രിങ് നമ്മൾ റൺ ടൈമിൽ ഇൻപുട്ട് കൊടുക്കുന്ന കൂടെ വേണമെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, printf ബഫർ. ഈ ബഫറിൻ്റെ വാല്യൂ നമ്മൾ റൺ ടൈമിലാണ് കൊടുക്കുക, അല്ലെങ്കിൽ കമാൻഡ് ലൈനായിട്ട് ഇൻപുട്ട് കൊടുക്കാമെന്ന് കരുതുക. സോ buf എന്ന് പറഞ്ഞാൽ ബഫർ കണ്ടെയ്ൻസ് ദ ഫോർമാറ്റ് സ്ട്രിങ്. അപ്പോൾ ഈ ബഫറിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒന്നുകിൽ സിംപ്ലി ഹലോ കൊടുക്കാം, അത് സ്ട്രിങ്. ഇനി അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്താണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക. ഹലോ %d എന്നാണ് നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ ബഫറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് കരുതുക. നമുക്കറിയാം നോർമലി ഒരു എയിൽ നിന്ന് ബിയിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിലേക്കുള്ള പാരാമീറ്റേഴ്സിനെല്ലാം ആർഗ്യുമെൻറ്റ്സ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് റിട്ടേൺ അഡ്രസ് പുഷ് ചെയ്തു. ഈ ഓർഡറിലായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രൊസീജിയറിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആയി പോകുക. അപ്പോൾ ഈ പ്രിൻ്റഫ് കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിലേക്കുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ buf മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഈ %d എന്താണ് എന്നൊരു ഇഷ്യൂ അതിൽ വരും. ഇപ്പോൾ കോളിംഗ് പ്രോഗ്രാം നമ്മൾ ഈ സിംഗിൾ ആർഗ്യുമെൻറ്റ് മാത്രം നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇനി ഈ പ്രിൻ്റഫ് നമ്മൾ പാഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ല ആ ഒരു പ്രിൻ്റഫിലുള്ള ബഫർ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ഫോർമാറ്റ് സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്യുന്ന സമയത്ത് അത് %d കണ്ടു. %d കാണുമ്പോൾ അത് സ്റ്റാക്കിൽ പോയി അങ്ങനെ ഒരു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷേ സ്റ്റാക്കിൽ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ കോളർ സ്റ്റാക്ക് ഫ്രെയിമിലാക്കി അത് ഉണ്ടാകും, പക്ഷേ അങ്ങനെ അവിടെ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഫീച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ് അറ്റാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും, സം ഇൻറ്റിജർ വാല്യൂ. ഇനി printf പോലെ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് പല നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പോസിബിൾ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ നമുക്കിവിടെ ഈ var1 var2 മാത്രമേ ഉള്ളൂ. അതിന് എണ്ണം കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു എത്രയാണ് അതിൻ്റെ കൗണ്ട് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുക, വിച്ച് മേ ബി ഓൺലി അവൈലബിൾ അറ്റ് റൺ ടൈം. ഇനി ഇഷ്യൂ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മൾ
ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തപ്പോൾ 3 ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 4 ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ ഫോർമാറ്റ് സ്ട്രിങ്ങിൽ സ്പെസിഫൈ ചെയ്യുന്ന അതും ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല. ഇപ്പോൾ സ്റ്റാക്കിൽ നമ്മൾ 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്, 2 ഇൻപുട്ട്സ് 2 ആർഗ്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, എല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ നമ്മളവിടെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് 3 4 പറയുകയാണെങ്കിൽ ഈ 3 4 എന്ന് പറഞ്ഞ വാല്യൂസ് 3ലും 4ലും വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് വേറെ ഏതെങ്കിലും ലൊക്കേഷനുകളെ ആക്കി ആക്സസ് ചെയ്തിട്ട് വാല്യൂ റിട്രീവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫോർമാറ്റ് സ്ട്രിങ് അറ്റാക്കുകൾ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ദിസ് കുഡ് എനേബിൾ ദ അറ്റാക്കർ ടു റീഡ് ഫ്രം ആൻ ആർബിട്രറി ലൊക്കേഷൻ മെമ്മറി. അപ്പോൾ ഈ ഫോർമാറ്റ് സ്ട്രിങ്ങിൻ്റെ മാനിപ്പുലേഷൻ വഴി ഈ പ്രോഗ്രാമിന് എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്നല്ലാണ്ട് വേറെ ലൊക്കേഷൻസിൽ നിന്നും ആൾക്ക് വാല്യൂസിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫോർമാറ്റ് സ്ട്രിങ് എക്സ്പ്ലോയിറ്റ് ഒക്കേഴ്സ് when the submitted data of an input string is evaluated as a command by the application. അപ്പോൾ കമാൻഡ് ലൈൻ ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിലാണ് മെയിൻലി ഈ എക്സ്പ്ലോയിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. ഇവിടെ ഒരു എക്സാമ്പിൾ സിനാരിയോ കാണിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫംഗ്ഷൻ, അതിൻ്റെ അത് 2 പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണാം. നമുക്കറിയാം ആർഗ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമാൻഡ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന ആർഗ്യുമെന്റ് ആണ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്നുള്ളതുകൊണ്ടാണ് ഇൻഡെക്സിൽ 1. ഇനി ഫസ്റ്റ് ലൈൻ കൺസിഡേർഡ് സേഫ് ആൻഡ് സെക്കൻഡ് ലൈൻ ഈസ് കൺസിഡേർഡ് വൾണറബിൾ. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാമെന്ന് കരുതുക. റണ്ണിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. സോ ഈ ./എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഏതാണോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്യുന്ന ടൈമിൽ കമാൻഡ് ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് അതിനെ ഫോളോ ചെയ്ത് കാണുന്നത്. ഹലോ വേൾഡ്, പിന്നെ ഫോളോഡ് ബൈ ദാറ്റ് 3 4 5 6 6% അതിൻ്റെ അത് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ പ്രിന്റ് എഫിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ആർഗ്യുമെന്റ് 1ൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ് എന്താണോ, അതായത് ഈ കൊടുത്തതിൻ്റെ ഫുൾ സ്ട്രിങ് അത് അതേപടി എടുത്ത് പ്രിന്റ് ചെയ്യും യൂസിങ് ദിസ് പെർസെൻറ്റേജസ്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് അതുപോലെ തന്നെയായിരിക്കും വരിക. ഇനി നമ്മൾ സെക്കൻഡ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രിന്റ് എഫ് ആർഗ് ഓഫ് 1. ഇനി ഇവിടെ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ദിസ് ലൈൻ ഇസ് കൺസിഡേർഡ് വൾണറബിൾ. അതിൻ്റെ കാരണം എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ റൺ ചെയ്യാനായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ കൊടുത്തു, ഫോളോഡ് ബൈ ദാറ്റ് ഇൻപുട്ട് സ്ട്രിങ്. ഇനി ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് കാണുമ്പോൾ ആദ്യം ഹലോ വേൾഡ് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് കാണുന്ന ബാക്കിയുള്ള ഈ പെർസെൻറ്റേജസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജസ് ഓരോന്നും അത് ഓരോ സ്ട്രിങ് വാല്യൂസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിൽ പോയിന്റർ ടു സ്ട്രിങ് ആയിട്ടായിരിക്കും അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റാക്കിൽ പോയി ഈ സ്ട്രിങ് വാല്യൂസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അറ്റ് സം പോയിന്റ് നമ്മൾ ഏതെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് ഏതെങ്കിലും ഇൻവാലിഡ് അഡ്രസ്സിൽ നിന്നായിരിക്കും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവിടെ പ്രോഗ്രാം ക്രാഷ് ആവും. അപ്പോൾ ഫോർമാറ്റ് സ്ട്രിങ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് കമാൻഡ് ലൈനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫോർമാറ്റ് സ്ട്രിങ്സിൻ്റെ കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല രീതിയിൽ ഓൾട്ടർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അറ്റാക്കറിന് ആക്സസ് ഇല്ലാത്ത ലൊക്കേഷൻസിൽ പോലും ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് ഓവർഫ്ലോ അറ്റാക്സിനുള്ളിൽ വരുന്നത്. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് സ്റ്റാക്ക് ഓവർഫ്ലോ പറഞ്ഞു, ഹീപ്പ് ഓവർഫ്ലോ പറഞ്ഞു, ദെൻ ഫോർമാറ്റ് സ്ട്രിങ് അറ്റാക്ക്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.